ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മുത്ത് മോമിനീങ്ങളെ, നാളെ ശനിയാഴ്ച ദിവസം ഞാൻ നിങ്ങളിലേക്കൊരു ദിക്റുമായി വന്നതാണ്. നമ്മൾ ഒരുപാട് ആളുകളുണ്ട്, ഈ ജയിലിൽ കഴിയുന്ന ഒരുപാട് പാവം അറിയാതെ പെട്ടുപോയ ഒരുപാട് പാവം ആളുകൾ. അവർ വല്ലാണ്ട് വിഷമിച്ച് അവരവിടെയും വിഷമിക്കും, ഈ ഉമ്മയും ബാപ്പയും ഇവിടെയും വിഷമിക്കും. ഇങ്ങനെ എന്തെന്നില്ലാത്ത വിഷമങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഒരു ദിക്റ് പറയാം. അത് നിങ്ങൾ എന്നും പ്രാവർത്തികമാക്കണം ശനിയാഴ്ച ദിവസങ്ങളിൽ. എന്തെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളിൽ പരിഹാരം കണ്ടതാണ്. അത് ആ വേദനിക്കുന്ന ആ ഒരു ഹൃദയം ആ ദിക്റിലോട് കൂടി അള്ളാഹു അങ്ങോട്ട് ഏറ്റെടുക്കും. അൽഹംദുലില്ലാ, എല്ലാവരിലേക്കും നല്ല റിസൾട്ടും കിട്ടി. അള്ളാഹു അത് ഏറ്റെടുക്കട്ടെ, ആമീൻ. അതുകൊണ്ട് എൻ്റെ മുത്തുമിനിങ്ങളായ എല്ലാ സഹോദരി സഹോദരന്മാരും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ്, ഇന്ന് എഴുന്നേൽക്കാനൊന്നൊരു പണിയില്ലല്ലോ, മൊബൈലിൽ അലാറം വെച്ച് രാവിലെ എഴുന്നേൽക്കുക. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തണം. അപ്പോഴേ അള്ളാഹു നമ്മളിലേക്ക് ഒരുപാട് മാറ്റം വരുത്തും. അങ്ങനെ ആ മാറ്റത്തിലൂടെ നിങ്ങൾ രാവിലെ എണീറ്റ് തഹജ്ജുദ് 2 റക്അത്ത് നമസ്കരിച്ച് ആ പായയിലിരുന്ന് 2 കയ്യും മേൽപോട്ട് ഉയർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, ആ ഒരൊറ്റ ദിക്റിനെ നിങ്ങൾ 1001 പ്രാവശ്യം ചൊല്ലിത്തീർക്കണം. ചൊല്ലിയതിന് ശേഷം നിങ്ങൾ 2 കൈ നീട്ടി അള്ളാഹുവിലേക്ക് മനം ഉരുകി ദുആ ചെയ്യുക. നിങ്ങളെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം അള്ളാഹു അങ്ങോട്ട് ഏറ്റെടുക്കും. ആ പ്രയാസം അള്ളാഹു അങ്ങോട്ട് ഏറ്റെടുക്കും. എന്തും അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഉത്തരം തരാൻ കഴിയൂല. ചോദിക്കുന്നത് നമ്മളാണെങ്കിലും ഉത്തരം തരുന്നവൻ അള്ളാഹുവാണ്. ആ ഒരൊറ്റ ദിക്റ് മതി മക്കളെ. ആ ഒരു സമയത്തിൽ 1001 പ്രാവശ്യം ഓതിയിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി നല്ലവണ്ണം ദുആ ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള ഓരോ കർമ്മങ്ങളും ചെയ്ത് നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരും. അത് ശനിയാഴ്ച ദിവസം മാത്രം. ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ശനിയാഴ്ച രാവിലെ നിങ്ങളിത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും ഇത് പ്രാവർത്തികമാക്കണം. അൽഹംദുലില്ലാ, നിങ്ങളിൽ ഒരുപാട് മാറ്റം വരും. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തിട്ട് ഒരുപാട് പ്രയാസങ്ങൾ മാറിയത്. അത് അഥവാ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം കിടക്കുന്നതിനിടക്കായിട്ട് ഓതി തീർക്കണം. എന്നിട്ട് ഓതുന്നതും നല്ല തഖ്വയിൽ ഓതണം. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നൊരു ചിന്തയിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ചെല്ലണം. നിങ്ങൾ നാക്കൊണ്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൽ അത് പതിഞ്ഞിരിക്കണം. അല്ലാതെ ശ്രദ്ധ പല വഴികളിലൂടെ ഓടിക്കളിക്കുകയാണെങ്കിൽ ഈ ചൊല്ലിയതിനൊരു കാര്യവുമില്ല. നമ്മൾ അള്ളാഹുവിൽ അർപ്പിക്കുകയാണ്. അള്ളാഹുവിൽ അർപ്പിക്കുമ്പോൾ അള്ളാഹു അത് ഏറ്റെടുക്കും. അതിന് ഉത്തരവും നമുക്ക് തരും. എന്നിട്ട് നമ്മളെ ഉള്ളിലുള്ള ഏത് പ്രയാസമാണോ അത് അള്ളാഹു നിറവേറ്റി തരും. അത് ഉറപ്പായിട്ടും. നമ്മൾ ഒരുപാട് മാറണം സഹോദരിമാരെ. നമ്മളെ ഓരോ പ്രയാസങ്ങളും അള്ളാഹു ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് മാറ്റം വരുത്തണം. ആ പഴയ കാലഘട്ടത്തിലല്ലല്ലോ നമ്മളുടെ ജീവിതം. ഇന്ന് സമൂഹം വളരെ മോശമായ രീതിയിലേക്കാണ് പോകുന്നത്. അതിലൊന്നും നമ്മൾ ഉൾപ്പെടുത്താതെ നല്ല ആത്മാർത്ഥമായ ദീനീപരമായ ഇബാദത്തിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ നമ്മളെ റബ്ബ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും ഒരു നോട്ടം പോലും നോക്കാതെ പോകുന്നതാണ്. ഒരു നോട്ടം നോക്കി എല്ലാവരും ഈ ഒരു ഈമാൻ്റെ പരിശുദ്ധിയെ പിടിച്ച് നിർത്തി അൽഹംദുലില്ലാ നല്ല ഇബാദത്തോടു കൂടി 5 വക്ത് നമസ്കാരം കളാ ആക്കാതെ ഓരോ സുന്നത്തുകളെയും ഏറ്റെടുത്ത് ഒന്ന് തഖ്വ ചെയ്ത് നോക്കി. അള്ളാഹു കേൾക്കാത്തൊരു വാക്കുകളുമില്ല. അതിന് ഉറപ്പായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളെ മടി കാരണം നമ്മളത് വേണോ വേണ്ടേ ചെയ്തിട്ട് നമ്മളെ മനസ്സിൽ വിഷമങ്ങൾ കൂടി വരികയാണ്. നിരന്തരം വിഷമങ്ങൾ കൂടി വരും. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും ഓരോരുത്തർക്കും. ഒരു ഫാമിലിയൊക്കെ നിൽക്കുന്ന വീട്ടിലുള്ള അമ്മായിമ്മ, നാത്തൂന്, ഇളച്ച, അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന വീട്ടിലൊക്കെ വലിയ പ്രയാസത്തിലാണ് ഒരുപാട് ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാടൊരു സമാധാനമാണ് ഈ ഒരു ചെല്ലലിലൂടെ. അപ്പോൾ എൻ്റെ മുത്ത് മോമിനീങ്ങളായ ഓരോ വ്യക്തികളും ഇൻഷാ അല്ലാഹ്
ഈ ഒരു ദിക്റ് പ്രാവർത്തികമാക്കണം. ശനിയാഴ്ച ദിവസം മാത്രം. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ചത്തെ ദിവസത്തിലുള്ള ദിക്റും ഞാൻ ഇതേപോലെ പറയാം. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളിൽ റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് നമുക്ക് ഇരു ലോകത്തും വിജയമാണ് മക്കളെ. ഇരു ലോകത്തും. ഇവിടെ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ, നമുക്ക് അവിടെയും രക്ഷപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രണ്ട് ലോകത്തും വിജയമാക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയിലൂടെ ഞാൻ എൻ്റെ ഈ കൊച്ചു വീഡിയോസ് നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും വരാം.